നമസ്തേ. കഴിഞ്ഞ ഭാഗങ്ങളിൽ നാം കണ്ടത് ഭരതമുനി തൻ്റെ ശിഷ്യന്മാരെ നാട്യവിദ്യ അഭ്യസിപ്പിക്കുകയും അതിനുശേഷം ദേവേന്ദ്രൻ്റെ ധ്വജോത്സവത്തിൻ്റെ അന്ന് നാട്യപ്രയോഗം അവർ അരങ്ങേറുകയും ചെയ്തു. ഇതിൽ കുപിതരായ അസുരന്മാർ, അതായത് അവരന്ന് അവതരിപ്പിച്ച വിഷയം ദേവാസുര യുദ്ധമായിരുന്നു, അതിൽ ദേവന്മാർ വിജയം കൊണ്ടാടുന്നതുമായിരുന്നു. ഇതിൽ കുപിതരായ അസുരന്മാർ വിഘ്നകാരികളെ കൊണ്ട് ഈ നടനത്തെ തടസ്സപ്പെടുത്തുകയും ഇതിന് ബ്രഹ്മദേവനൊരു പരിഹാരം കാണുന്നതായും ഒക്കെ കഴിഞ്ഞ ഭാഗങ്ങളിൽ നാം കണ്ടു. അപ്പോൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ നിന്നും മനസ്സിലായ ഒരു കാര്യം, എന്തൊരു പ്രശ്നം വരുമ്പോഴും നമ്മളതിനെ 4 ഭാഗങ്ങളായി കൈകാര്യം ചെയ്യണം എന്നാണ് ബ്രഹ്മദേവൻ ഉപദേശിക്കുന്നത്. അതായത് സാമം, ദാനം, ഭേദം, ദണ്ഡം. ഞാനിതിനൊരു ഉദാഹരണമൊക്കെ പറഞ്ഞിരുന്നു. അതായത് ഒരു കൊച്ചുകുട്ടിയോടാണ് നമ്മളിത് പ്രയോഗിക്കുന്നതെങ്കിൽ ആദ്യം സമാധാന വാക്കുകൾ പറഞ്ഞ്, ആശ്വാസ വാക്കുകൾ പറഞ്ഞ്, അതിൻ്റെ നന്മയും തിന്മയും നല്ല വശവും ചീത്തവശവും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് നടക്കുന്നില്ലെങ്കിൽ പതുക്കെ എന്തെങ്കിലും കൊടുത്ത് സന്തോഷിപ്പിക്കാൻ നോക്കുക. കൊച്ചുകുട്ടികളാണെങ്കിൽ നമ്മൾ കളിപ്പാട്ടമോ മിഠായിയോ അല്ലെ അവർക്കിഷ്ടമുള്ള എന്തെങ്കിലും സാധനങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിച്ചതനുസരിപ്പിക്കാൻ, അത് ആ നല്ല കാര്യത്തെ ചെയ്യുവാനായി അവരെ സമ്മതിപ്പിക്കുക. അതല്ല എങ്കിൽ ചെറിയ രീതിയിൽ ഭീഷണി മുഴക്കുക. അച്ഛന്മാരിപ്പോൾ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ മോൻ്റെ ടീച്ചറിനോട് പറഞ്ഞു കൊടുക്കും എന്നൊക്കെ ചെറിയ ഭീഷണിയാകാം. അതിനുശേഷം മാത്രമാണ് നമ്മൾ ദണ്ഡം എന്നൊരു അല്ലെങ്കിൽ ചെറിയ കൈക്രിയകൾ നമ്മൾ പ്രയോഗിക്കാൻ പാടുള്ളൂ. ഇവിടെ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇതിത്രയും നടക്കുന്നില്ല, തീരെ നിവൃത്തിയില്ല എന്ന് കണ്ടാൽ മാത്രം ദണ്ഡത്തിലേക്ക് കടക്കുക. ഈ ഒരു വിഷയം അർത്ഥശാസ്ത്രത്തിൽ, കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിലെല്ലാം പറയുന്നുണ്ട് അല്ലേ? പക്ഷേ ചിന്തിക്കേണ്ട വിഷയം, കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം എഴുതുന്നതിനും കാലഘട്ടം നോക്കുകയാണെങ്കിൽ അതിനും എത്രയോ കാലം മുൻപാണ് നാട്യശാസ്ത്ര രചന നടന്നിട്ടുള്ളതായി പറയുന്നത്. അതായത് കൗടില്യൻ്റെ ഗ്രന്ഥങ്ങളിലെല്ലാം നാട്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ശരി. അപ്പോൾ ഇങ്ങനെയൊരു വിഷയം ഇവിടെ വരുന്നു. അതിനുശേഷം ആദ്യം ചെയ്തത് എന്താ? സാമം ഉപദേശിക്കാൻ ചെല്ലുകയല്ല ചെയ്തത്, നമുക്ക് വേണ്ടുന്ന, നമ്മൾ കൈക്കൊള്ളേണ്ട ചില സുരക്ഷാ നടപടികൾ കൈക്കൊണ്ടു. അതായത് നാട്യമണ്ഡപം നിർമ്മിച്ചു. നമ്മൾ അതിനെക്കുറിച്ച്, അതിന് സുരക്ഷ ഏർപ്പെടുത്തിയതെല്ലാം കഴിഞ്ഞ ഭാഗത്തിൽ വിശദീകരിച്ചു. വളരെ രസകരമായിരുന്നു അല്ലേ? അതെ. അപ്പോൾ അതിനുശേഷമാണ് നാട്യമണ്ഡപമെല്ലാം റെഡിയാക്കിയതിന് ശേഷം മാത്രമാണ് ഇനി അസുരന്മാരോട് സാമം ഉപദേശിക്കാനായി ബ്രഹ്മദേവൻ ചെല്ലുന്നത്. ഇവിടെ എന്തൊക്കെയാണ് അസുരന്മാരോട് പറയുന്നതെന്ന് നോക്കാം. അസുരന്മാരുടെ പ്രധാന പരാതി എന്താണെന്ന് വെച്ചാൽ, ഇത് ദേവന്മാരുടെ ആവശ്യപ്രകാരം നിർമ്മിച്ചതാണ് നാട്യവേദം അല്ലെങ്കിൽ നാട്യശാസ്ത്രം. അപ്പോൾ ഇത് അവർക്കുള്ള വിനോദോപാധിയാണ്, ഇത് ഞങ്ങളെ സന്തോഷിപ്പിക്കാനല്ല, ഇത് ഞങ്ങൾക്ക് അപമാനകരമാണ് എന്നുള്ളതാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അല്ലയോ ബ്രഹ്മദേവ, അങ്ങിൽ നിന്നാണ് അസുരനും ദേവനും ഉണ്ടായത്. ഒന്നിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. പിന്നെന്തിന് ഞങ്ങളോട് ഈ പക്ഷപാതം കാണിച്ചു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ബ്രഹ്മദേവൻ നോക്കൂ, അതിനു മുൻപായി പറയുന്നത് ഈ അസുരൻ, ദേവൻ എന്നൊക്കെ ഇതിനെ നമുക്ക് 2 രീതിയിൽ നോക്കിക്കാണാം. അതായത് അസുരന്മാർ, ദേവന്മാർ എന്ന് പറയുന്നതെല്ലാം പ്രതീകങ്ങളാണ്. ഇതെല്ലാം നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന നമ്മൾ തന്നെയാണ്. അതിൽ നന്മ എന്ന ഒരു കാര്യത്തെ കാണിക്കാൻ നമ്മളതിന് ദേവന്മാർ എന്ന ഒരു പേരും, അല്ലെങ്കിൽ മോശം ചെയ്യുമ്പോൾ അതിന് അസുരന്മാർ. ഇനി മറ്റൊന്ന് പറയട്ടെ, നാട്യപ്രയോഗത്തിലെ കഥാപാത്രങ്ങളായി വരുമ്പോൾ നോക്കൂ, നമുക്ക് എല്ലാം തന്നെയും ഒരു പ്രത്യേകിച്ചും ഒരു ദൃശ്യകല, നമുക്ക് ദൃശ്യത്തിലൂടെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ? ഒരു ചിത്രം വരയ്ക്കുന്നു, നിങ്ങൾക്ക് ഒരു കാര്യത്തെ അവിടെ ദൃശ്യം, അത് അവിടെ കാണേണ്ടതാണ് അല്ലേ? അപ്പോൾ അത് കാഴ്ചയിലൂടെ അല്ലെങ്കിൽ ഒരു രൂപത്തിലൂടെ അത് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രതീകങ്ങളാകാം, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഒരു കോപം, ഇതിനെ സൂചിപ്പിക്കാൻ ഞാൻ ഇവിടെ ചുവന്ന കളറാണ് കൊടുത്തത് എന്ന് പറയുമ്പോഴും അതിന് ചുവപ്പ് എന്നത് കാണണ്ടേ? ഒന്നുമില്ലാത്ത ഒരു പേപ്പറിൽ നമുക്കൊരു കാര്യത്തെ അവതരിപ്പിക്കാൻ പറ്റില്ല അല്ലേ? ഒരു വിഷയത്തെ കാണിക്കണമെങ്കിൽ
കാഴ്ച എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രൂപം എന്നുള്ളത് നമുക്ക് നൃത്തത്തിൽ, നടനത്തിൽ പ്രധാനമാണ്. അതിന് നമുക്ക് ഓഡിയൻസിലേക്ക്, ആസ്വാദകരിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയാണ് ദുഷ്ടന്മാരെന്ന് കാണിക്കാൻ അതിനൊരു രൂപത്തെയാണ് നമ്മൾ മുന്നേക്ക് എത്തിക്കുന്നത്. അല്ല, നല്ലവരാണെന്ന് കാണിക്കാൻ ഒരു രൂപത്തെയാണ്, ഒരു രാജാവെന്ന് കാണിക്കാൻ ഒരു രൂപത്തെയാണ്. ഇപ്പോൾ ഒരു സന്തോഷവതിയായ ഒരു സ്ത്രീയെയും വിരഹിണിയായ ഒരു സ്ത്രീയെയും കാണിക്കാൻ നമ്മൾ രൂപം കൊണ്ടാണത് കാണിക്കുന്നത്. അവരുടെ വേഷഭൂഷാദികളാവാം, അവരുടെ ചലനങ്ങളാകാം. രൂപത്തിലൂടെ നമുക്ക് ഒരു കാര്യത്തെ, ഒരു വിഷയത്തെ ആസ്വാദകരിലേക്ക് ദൃശ്യകാവ്യം എന്ന നിലയ്ക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ബ്രഹ്മദേവൻ പറയുകയാണ്, ഇതിൻ്റെ സങ്കല്പം മുതൽ തുടങ്ങണം. അസുരന്മാർക്ക് ആദ്യം ഇതിൻ്റെ സങ്കല്പം പറഞ്ഞു കൊടുത്തു. ഞാൻ ഈ ഒരു സൃഷ്ടി നടത്തുന്നതിൻ്റെ സങ്കല്പം തന്നെ, ഈ സങ്കല്പം ഉണ്ടായത്, സൃഷ്ടി നടത്താനുണ്ടായ കാരണം ദേവേന്ദ്രനാണ്. ദേവേന്ദ്രൻ ദേവന്മാരെ മാത്രം ഉദ്ദേശിച്ചാണോ ഇത് ചെയ്തത്? എല്ലാവരിലും ധർമ്മബോധം ഉണ്ടാക്കണം, എല്ലാവരിലെയും ആ തൃപ്തി മാറണം, എല്ലാവരും സന്തുഷ്ടരായി വാഴണം. അത് അസുരന്മാർന്നോ മനുഷ്യർന്നോ ജീവജാലങ്ങളെന്നോ ഒന്നുമില്ല, ഒരു പ്രത്യേകതയും അതിന് കൽപ്പിച്ചിട്ടില്ല, എല്ലാവർക്കും വേണ്ടി. പക്ഷെ ഒരാളാണ് ആവശ്യം ഉന്നയിച്ചത്. അസുരന്മാർക്ക് വന്ന് പറയാമായിരുന്നു, എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ ഒരു കാര്യം വേണമെന്ന് പറഞ്ഞില്ല. ദേവന്മാരാണത് ആവശ്യപ്പെട്ടത് എന്ന് മാത്രം. എന്നാൽ എല്ലാവർക്കും വേണ്ടിയാണ് അത് ചെയ്തിട്ടുള്ളത്. ചെയ്യുമ്പോഴുണ്ടായിരുന്ന സങ്കല്പം നമ്മൾ ഈ നട്യോൽപ്പത്തി എന്ന അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. ഞാൻ മറ്റൊരവസരത്തിൽ അതിനെ വിശദീകരിച്ചിട്ടുമുണ്ട്. ഏത് ശ്ലോകമാണത്? ധർമ്മ്യവർദ്ധ്യം യശസ്യം ച സോപദേശം സസംഗ്രഹം ഭവിഷ്യത്തശ്ച ലോകസ്യ സർവകർമാനുദർശകം. ധർമ്മം, അർത്ഥം, യശസ് അർത്ഥം ഉണ്ടാക്കാം, ഇത് വെച്ച് ധർമ്മം ഉണ്ടാക്കാം, അർത്ഥം യശസ് ഉണ്ടാക്കാം, ഉപദേശം ഉൾക്കൊള്ളുന്നു. ഇനിയോ സർവകർമാനുദർശകം, എല്ലാ കർമ്മങ്ങളെയും കാണിക്കുന്നു. നമുക്കൊരു വിഷയം, പലപ്പോഴും നാട്യശാസ്ത്രം വായിക്കുമ്പോൾ നമ്മളതിനെ നടനം എന്നുള്ള വിഷയത്തെ വിടുന്നു. നമ്മുടെ വീട്ടിലെ എന്തോ ഒരു വിഷയം പറയുന്നത് പോലെ പലപ്പോഴും ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണോ, ഇല്ല അവരെ ഉദ്ദേശിച്ചാണിത് എന്ന് തോന്നും പലപ്പോഴും. കാരണം ലോകകാര്യങ്ങൾ തന്നെയാണ് അതിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള പലതരം ലോകകാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിൽ നിന്നും വേണം നമ്മൾ പഠിക്കാൻ. ഇങ്ങനെയുള്ള മോശകാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇത് ചെയ്താൽ ഇതായിരിക്കും അവസ്ഥ. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇത് ചെയ്താൽ നിനക്ക് ഇതായിരിക്കും അനുഭവം. ഇങ്ങനെ കാണിച്ചു തരുന്നു. ചൂസ് ചെയ്യേണ്ടത് നമ്മളാണ്, ചോയ്സ് എപ്പോഴും നമ്മളുടേതാണ്. കാണിച്ചു തരുന്നുണ്ട് ലോകകാര്യങ്ങളെല്ലാം തന്നെ. അതുപോലെ സർവശാസ്ത്ര സമ്പന്നം, എല്ലാ ശാസ്ത്രങ്ങളാലും സമ്പന്നമാണ്. സർവശില്പ പ്രവർത്തകം, അതിനകത്ത് ചിത്രകലയുണ്ട്, കൊത്തുപണികളുണ്ട്, വാസ്തു എല്ലാം ഉണ്ട്. ശില്പ പ്രവർത്തകം. നാട്യാഖ്യം പഞ്ചമം വേദം, 5ാം വേദമാണ്. സേ ഇതിഹാസ്യം കരോമ്യഹം, എല്ലാ തരത്തിലുള്ള ഇതിഹാസങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഏവം സങ്കല്പ്യ, ഈ ഒരു സങ്കല്പത്തോടെയാണ് ഭഗവാൻ നാട്യവേദം ഉണ്ടാക്കിയിരിക്കുന്നത്. 4 വേദങ്ങളിൽ നിന്നും അന്തസത്തയെ സ്വാംശീകരിച്ച് 5ാം വേദമായ നാട്യശാസ്ത്രം ഉണ്ട്. ഇതാണ് നമ്മുടെ നാട്യോൽപ്പത്തി എന്ന അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്ന ശ്ലോകമാണ്. ഇത് ഇവിടെ പല തവണയായിട്ട് അസുരന്മാർക്കായി വിശദീകരിക്കുന്നുണ്ട് പല രീതിയിൽ. അതുപോലെ പറയുന്നു, ക്വചിത് ധർമ്മ, ക്വചിത് ക്രീഡ, ക്വചിത് അർത്ഥ, ക്വചിത് ശമ, ക്വചിത് ഹാസ്യം, ക്വചിത് യുദ്ധം, ക്വചിത് കാമ, ക്വചിത് വധ. ഇതെല്ലാം ഇതിൽ ഉൾപ്പെടും. ചിലയിടത്ത് ധർമ്മം, ചിലയിടത്ത് ക്രീഡ, കളി, ചിലയിടത്ത് അർത്ഥം, സമ്പത്ത്, ചിലയിടത്ത് സമാധാനം, ചിലയിടത്ത് ഹാസ്യം, ചിലയിടത്ത് യുദ്ധം, ചിലയിടത്ത് കാമം, ചിലയിടത്ത് വധം. ഇതെല്ലാം ഈ ലോകത്തിലുണ്ട് അല്ലേ? ഇതെല്ലാം ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെയെല്ലാം മുന്നിലേക്ക് വെച്ചാണ് വിനോദത്തിൻ്റെ രൂപത്തിൽ, കഥയുടെ രൂപത്തിൽ, പാട്ടിൻ്റെ രൂപത്തിൽ അല്ലെ, ഇതെല്ലാം നടനത്തിലൂടെ കാണിക്കുകയാണ്. ഇനി ഇതിനകത്ത് തന്നെ ദശരൂപക വിധാനം എന്ന അധ്യായമുണ്ട്. അതിൽ 10 രൂപകങ്ങളെയും പറയുന്നു. നാടകം, പ്രകരണം, ഇതിലൂടെയെല്ലാം സമവകാരം, ഈഹാമൃഗം, ഡിമം, ഇങ്ങനെയൊക്കെയുള്ള ഇതിലൂടെയെല്ലാം ഈ ലോകകാര്യങ്ങളെയാണ് അറിയിക്കുന്നത്. 20ാം അധ്യായമാണ്. അപ്പോൾ ഇനി പറയുന്നു, ധർമ്മോ ധർമ്മപ്രവൃത്താനാം, കാമഃ കാമോപസേവിനാം, നിഗ്രഹോ ദുർവിനീതാനാം, വിനീതാനാം ദമക്രിയം.
അതായത് ധാർമ്മികന്മാരുടെ ധർമാനുഷ്ഠാനം, കാമാസക്തരുടെ കാമസേവ, ദുഷ്ടന്മാരുടെ വധം, ശിഷ്ടന്മാരുടെ മനോനിയന്ത്രണം, അതായത് വിനയ ഉള്ളവരുടെ മനോനിയന്ത്രണം, കൊള്ളരുതാത്തവരുടെ ഗർവോടെയുള്ള പ്രകൃതികൾ, അതുപോലെ ശൂരത നടിക്കുന്നവൻ്റെ ഉത്സാഹം, അജ്ഞാനികളുടെ ജ്ഞാനസമ്പാദനം, വിഷയവിരക്തരുടെ നിർവികാര ചിത്തത. ഇത്തരം വിവിധ ഭാവങ്ങൾ നമ്മുടെ ഈ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നു അല്ലേ? ഇതിലൂടെയാണ് നാട്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒന്നും ഒരു ഇല്ലായ്മയിൽ നിന്നല്ല നാട്യം സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പല ചലച്ചിത്രങ്ങൾ കാണുമ്പോഴും നമുക്ക്, ഞാൻ ഈ ചലച്ചിത്രത്തിൻ്റെ വിഷയം പറയുന്നത് എല്ലാവർക്കും സുപരിചിതമായ ഒരു വിഷയം, അത് ഇത് നാട്യശാസ്ത്രത്തിൽ നിന്ന് തന്നെ ഉൾക്കൊണ്ടുണ്ടായതാണ്. ഇതൊന്നും വേറെ അല്ല കേട്ടോ. നിങ്ങൾ കരുതരുതൊരിക്കലും നടനം അല്ലെങ്കിൽ നൃത്തം, പലരും വിചാരിക്കുന്നത് ഡാൻസ്, കഥകളി, ഓട്ടംതുള്ളൽ ഇതെല്ലാം വ്യത്യസ്തമാണ്. ഇതെല്ലാം ഈ ചലച്ചിത്രം, നാടകം, ഇതെല്ലാം ഇതിൽ നിന്ന് തന്നെ നാട്യശാസ്ത്രത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണിതെല്ലാം. ശരി, അങ്ങനെ ജനസമൂഹത്തിലെ ജീവിത ചരിത്രം തന്നെയാണ് ഈ ആയിട്ടുള്ള ലോകവൃത്തം അടങ്ങിയിട്ടുള്ളത് തന്നെയാണിത്. ഉത്തമന്മാരും മധ്യമന്മാരും അധമന്മാരുമായുള്ള മനുഷ്യരെ അല്ലേ? ഒരേ രീതിയിലുള്ള മനുഷ്യരാണോ? അല്ല, പല വിധത്തിലുള്ള മനുഷ്യന്മാരാണ് അല്ലേ? അവരുടെ ചെയ്തികളെ, പ്രവൃത്തികളെ ആശ്രയിച്ചാണ് ഹിതമായ ഉപദേശങ്ങൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യാം, ഇതൊഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതൊരു പ്രവൃത്തിയെ കാണിച്ചു തന്നിട്ടാണ് പറയുന്നത്, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ദോഷം ഉണ്ടാവാം എന്നുള്ളത്. ഇനി പറയുന്ന ഒരു കാര്യം, ഇത് ആർക്കൊക്കെ ഉപകാരപ്പെടും? അതായത് ദുഃഖിതന്മാർക്ക് ഇത് വളരെ ആശ്വാസമേകും. അതുപോലെ പ്രയത്നം ചെയ്ത് ക്ഷീണിച്ചവർക്ക്, വ്യാകുലപ്പെടുന്നവർക്ക്, തപസ്സനുഷ്ഠിക്കുന്നവർക്ക്, ഇവർക്കൊക്കെ യഥാകാലം വിശ്രമം നൽകുന്നതായിരിക്കും ഈ നാട്യം. ധർമ്മത്തെ പ്രദാനം ചെയ്യുന്നതാണ്, കീർത്തിയെ പ്രദാനം ചെയ്യുന്നതാണ്, ആയുസ്സിനെ പ്രദാനം ചെയ്യുന്നതാണ്, ഹിതകാരിയാണ്, ബുദ്ധി വർദ്ധിപ്പിക്കുന്നതാണ്, ലോകത്തിന് ഉപദേശത്തെ നൽകുന്നതാണ്. ഇങ്ങനെ വിവിധങ്ങളായ സങ്കല്പങ്ങൾ, സങ്കല്പം ഞാൻ ആദ്യം പറഞ്ഞു, ആ സങ്കല്പത്തിൽ നിന്നുണ്ടായ ഉൽപ്പന്നവും ഇപ്രകാരം തന്നെയാണ്. ബലഹീനരായവർക്ക് ആശ്വാസം തരുന്നതാണ്, രോഗങ്ങൾ കൊണ്ട് ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം തരുന്നു. ഇതെല്ലാം ഇങ്ങനെ ഓരോരോ കാര്യം, ഒരുപാട് കാര്യങ്ങൾ നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓരോരോ ശ്ലോകങ്ങളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. സകല ശാസ്ത്രങ്ങളും ശില്പങ്ങളും കർമ്മങ്ങളും ഈ നാട്യത്തിൽ കൂടിച്ചേർന്നിട്ടുണ്ട് എന്നല്ല. അതായത് ഇതിൽ പറയുന്നത് നാട്യത്തിലില്ലാത്തതായിട്ട് ലോകത്തിലൊന്നും നടക്കുന്നുണ്ടാവില്ല. കാര്യം ലോകത്തിൽ നടക്കുന്നതെല്ലാം തന്നെ നാട്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നാട്യശാസ്ത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇതിലില്ലാത്ത ജ്ഞാനം വേറെയില്ല, ശില്പമില്ല, വിദ്യയില്ല, കലയില്ല, ചേർച്ചകളില്ല, കർമ്മങ്ങളില്ല. ഇങ്ങനെ അതുപോലെ തന്നെ പറയുന്നു, ഗീതം, വാദ്യം, ശില്പം, പ്രതിമാ നിർമ്മാണം എന്തായിക്കോട്ടെ എല്ലാം, രാജ്യതന്ത്രം, ഇതെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദേവന്മാരോടൊന്നും കോപിക്കേണ്ടതില്ല. ഇതിൽ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ ഭാരതത്തിൽ നടക്കുന്ന വിഷയങ്ങളാണോ പറയുന്നത്? അല്ല, 7 ദ്വീപുകളിലും നടക്കുന്ന കാര്യങ്ങൾ ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഈ 7 ദ്വീപ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ 7 വൻകരകൾ അല്ലേ, 7 കോണ്ടിനെൻറ്റ്സ് നമുക്കറിയാം. അതുതന്നെയാണ് ഈ നാട്യശാസ്ത്രത്തിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ പേരുകൾക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. ജംബുദ്വീപ്, പ്ലാക്ഷം, ശാൽമലം, കുശം, ക്രൗഞ്ചം, ശാകം, പുഷ്പകരം, അങ്ങനെയാണ് സപ്തദ്വീപുകളെക്കുറിച്ച് പറയുന്നത്. ഇതിൽ ജംബുദ്വീപിലാണ് നമ്മുടെ ഭാരതവർഷം. ജംബുദ്വീപ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏഷ്യ എന്ന് പറയാം. അതിലാണ് നമ്മളുടെ ഭാരതവർഷം. ഭാരതവർഷത്തിൽ സംഭവിക്കുന്ന കാര്യമായിട്ടാണ് ഈ നാട്യശാസ്ത്രവും നാട്യോൽപത്തിയെക്കുറിച്ചുള്ള കഥകളും എല്ലാം പറയുന്നതെങ്കിലും എല്ലാ ദ്വീപുകളിലെയും ജനങ്ങളുടെ ഈ ലോകവൃത്താന്തങ്ങളെക്കുറിച്ച്, അതിൻ്റെ അനുകരണം ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ട് നമുക്ക് തീരുമാനിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേവന്മാരാവണോ അസുരന്മാരാവണോ എന്ന് നമുക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്.
അങ്ങനെ ദേവന്മാരുടെയും അസുരന്മാരുടെയും രാജാക്കന്മാരുടെയും കുടുംബസ്ഥരുടെയും ബ്രഹ്മർഷികളുടെയും ഒക്കെ വൃത്താന്തങ്ങളെ ഇനി ജീവജാലങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉണ്ട്, ജീവനുള്ള വസ്തുക്കളുടെ മാത്രമല്ല, പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുടെ കാര്യവും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഈ നാട്യം വിജ്ഞാന സംവർദ്ധകമാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ സുഖദുഃഖങ്ങൾ ഇടകലർന്ന നമ്മുടെ ഈ ലോക സ്വഭാവം എങ്ങനെയാണ് എത്തിക്കുന്നത് ജനങ്ങളിലേക്ക്? നാട്യപ്രയോഗങ്ങളിലൂടെ. നമ്മൾ പറഞ്ഞ രസങ്ങൾ, ഭാവങ്ങൾ, അഭിനയങ്ങൾ എന്ന് തുടങ്ങിയുള്ള ധർമ്മികൾ, വൃത്തികൾ, പ്രവൃത്തികൾ, പ്രകൃതി, മണ്ഡപം, ഉപചാരം, ആദ്യോത്യം, ഗാനം, സ്വരം തുടങ്ങിയ 13 നാട്യപ്രയോഗങ്ങളിലൂടെയാണ് ഈ ലോകവൃത്താന്തങ്ങളെ ആസ്വാദകരിലേക്ക് എത്തിക്കുന്നത്. അപ്പോഴൊരു സംശയം ഉണ്ടാവാം, അതെന്താ നാട്യത്തിലൂടെ മാത്രമേ നമുക്ക് വിഷയത്തെ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ ആസ്വാദകരിലേക്ക്? നൃത്തത്തിലൂടെ പറ്റില്ലേ? എന്താണ് നൃത്തം? എന്താണ് നാട്യം? ഈ ഒരു വിഷയം നമുക്ക് അടുത്ത ഭാഗത്തിൽ ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.